പ്രിയപ്പെട്ട പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരെ, പൊളിറ്റിക്സ് കേരള ഒരു വൻ വിജയത്തിലേക്ക് നയിച്ചതിന് നിങ്ങൾക്ക് നന്ദി. രാഷ്ട്രീയമാണ് ഞങ്ങളുടെ പൊളിറ്റിക്സ് കേരളയുടെ പ്രതിപാദ്യ വിഷയം. രാഷ്ട്രീയത്തിനോടൊപ്പം സിനിമയും സാംസ്കാരിക ലോകവും ഒക്കെ ഞങ്ങളുടെ പ്രതിപാദ്യ വിഷയമാണ്. പൊളിറ്റിക്സ് കേരള വെറും രാഷ്ട്രീയ ചാനൽ മാത്രമല്ല, സിനിമ, നാടകം, മറ്റ് നൃത്തകലാദികൾ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ചാനൽ കൂടിയാണ്. അങ്ങനെയുള്ള വാർത്തകളും പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ അതിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്സ് കേരള മതേതരം എന്ന സിദ്ധാന്തത്തെ മുൻനിർത്തി ഒരു യുദ്ധത്തിലാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. മതേതരത്വം, ഇന്ത്യയിലെ മതേതരത്വം, നാനാത്വത്തിൽ ഏകത്വം, അതാണ് പൊളിറ്റിക്സ് കേരളയുടെ ചിന്താഗതി, അതാണ് പൊളിറ്റിക്സ് കേരളയുടെ ലക്ഷ്യം. മതേതരം എന്ന വിഷയം, ആ വിഷയം വലിയ ബൃഹത്തായ ഒരു വിഷയമാണ്. പലരും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ക്രിസ്മസ് കരോളുകൾ ആക്രമിക്കപ്പെടുന്ന കാലം, മുസ്ലിം പള്ളികൾക്ക് ഭീഷണിയുണ്ടാകുന്ന കാലം. ഈ കാലഘട്ടത്തിൽ മതേതരം എന്ന വിഷയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സ് കേരള മറ്റൊരു സെഗ്മെന്റ് തുടങ്ങുകയാണ്. മതങ്ങളുടെ അനന്യത എന്നാണ് ഈ സെഗ്മെന്റിന്റെ ചിന്താവിഷയം. മതങ്ങളുടെ അനന്യത. ഈ സെഗ്മെന്റിൽ ഹിന്ദു, ക്രൈസ്തവ, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന മതങ്ങൾ, ഹിന്ദുവും ക്രൈസ്തവരും ഇസ്ലാമും ജൈന ബുദ്ധ മതങ്ങളും ഒക്കെ ചർച്ചാ വിഷയമായി മാറുന്നു. ഈ വിഷയം അവതരിപ്പിക്കുന്നത് പൊളിറ്റിക്സ് കേരളയുടെ ചെയർമാനായ ശ്രീ PS ശ്രീകുമാരനാണ്. രണ്ടാമത്തെ സെഗ്മെന്റായി ഈ വിഷയത്തെക്കുറിച്ച് ചെയർമാൻ ചെയ്ത വീഡിയോകൾ നിരന്തരം നിങ്ങളിലേക്ക് എത്തും. മതേതരത്വമുള്ള ഒരു രാജ്യത്തിനായി നിങ്ങൾ നൽകിയ പ്രോത്സാഹനം, നിങ്ങൾ എനിക്ക് നൽകിയ താങ്ങും തണലും ഈ സെഗ്മെന്റിൽ വരുന്ന വീഡിയോയ്ക്കും ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം പ്രേക്ഷകരില്ലെങ്കിൽ പൊളിറ്റിക്സ് കേരള ഇല്ല. പ്രേക്ഷകരാണ് പൊളിറ്റിക്സ് കേരളയുടെ നാഡി. പൊളിറ്റിക്സ് കേരളയുടെ നാഡീ ഞരമ്പുകൾ പ്രേക്ഷകരാണ്. നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ എന്നെ വിമർശിച്ചിട്ടുണ്ട്, അതേസമയം നിങ്ങൾ എന്നെ നെഞ്ചോട് ചേർത്തിട്ടുമുണ്ട്. അതൊക്കെയാണ് പൊളിറ്റിക്സ് കേരളയുടെ പ്രത്യേകത. ഞാനും നിങ്ങളും തമ്മിലുള്ള സംവാദമായിരുന്നു പൊളിറ്റിക്സ് കേരള ഇതുവരെയെങ്കിൽ. ഇനി നമ്മുടെ ചെയർമാനായ PS ശ്രീകുമാരൻ സാർ നിങ്ങൾക്ക് മുമ്പിൽ പുതിയ സംവാദന തലങ്ങൾ തുറക്കുന്നു. പുതിയ തലങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോയും നിങ്ങൾക്ക് സൂക്ഷിച്ചു വയ്ക്കാവുന്ന കാണിക്കയാണെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു വയ്ക്കാവുന്ന അമൂല്യ രത്നങ്ങളാണെന്ന് എനിക്കറിയാം. പൊളിറ്റിക്സ് കേരളയുടെ ഓരോ വ്യതിയാനങ്ങളും ഓരോ സെഗ്മെന്റുകളും നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളത് സ്വീകരിച്ചു. ഞാൻ സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളത് സ്വീകരിച്ചു. ഞാൻ സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ അതും നിങ്ങൾ സ്വീകരിച്ചു. ഞാൻ ലോകരാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളത് സ്വീകരിച്ചു. ലോകരാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും ഒക്കെ പൊളിറ്റിക്സ് കേരളയുടെ ചർച്ചാ വിഷയമായി മാറി. പൊളിറ്റിക്സ് കേരള വലിയൊരു ചാനലായി മാറിയതിൽ നിങ്ങളോടാണ് എനിക്ക് നന്ദി പറയുന്നത്. നിങ്ങളോടല്ലാതെ ആരോട് ഞാൻ നന്ദി പറയാൻ? എന്തായാലും PS ശ്രീകുമാരൻ്റെ മതങ്ങളുടെ അനന്യത എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള മതേതരത്വ പ്രഭാഷണം ഈ ചാനലിൽ ഉണ്ടാകും. നാളെ മുതൽ ഈ ചാനലിൽ ആ ഒരു പ്രഭാഷണം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ മാർഗനിർദ്ദേശങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ വിമർശനങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ചാനൽ. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളത് ഹൃദയം കൊണ്ട് കേൾക്കുന്നു.
ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളത് ഹൃദയത്തിലേക്ക് ആവഹിക്കുന്നു. എന്നിൽ നിന്ന് നിങ്ങളിലേക്കുള്ള ദൂരം വളരെ ചെറുതാണ്. ഞാൻ എന്നെ തിരിച്ചറിയുന്ന പ്രേക്ഷകരോട് പലയിടത്തും പോകുമ്പോൾ പ്രേക്ഷകർ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ പ്രേക്ഷകർ എന്നോട് ഒരുപാട് ചോദ്യങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട്, സംവാദങ്ങൾ നടത്താറുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്നത് ഇന്ത്യ എന്നത് ഒരു മതേതര രാഷ്ട്രമായി എന്നും നിലനിൽക്കട്ടെ എന്നാണ്. ഇന്ത്യ നമ്മുടെ രാഷ്ട്രമാണ്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കണം. ഈ സാഹചര്യത്തിലാണ് മതങ്ങളുടെ അനന്യത എന്ന വിഷയത്തെ ആസ്പദമാക്കി PS ശ്രീകുമാരൻ സാർ, നമ്മുടെ ചെയർമാനായ PS ശ്രീകുമാരൻ സാർ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. മതങ്ങളുടെ അനന്യതയിൽ മതങ്ങൾ തമ്മിലുള്ള ബന്ധം, മതങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത ഒക്കെ വ്യക്തമാകും. തികച്ചും നൂതനമായ അല്ലെങ്കിൽ പുതിയ ഒരു പ്രോഗ്രാം ആയിരിക്കും അത്. എന്തായാലും ആ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാളെ മുതൽ ആ പ്രോഗ്രാം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും.